ഹലോ ഫ്രണ്ട്സ്, 27-ാം തീയതി കോർട്ട് വിധി പറഞ്ഞ ശേഷം ജനനായകൻ ടീം പിന്നീട് എന്താണ് ചെയ്തത് എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോ. അതുപോലെ ജനനായകൻ എന്ത് കണ്ടതിന് കാരണമാണ് റിലീസ് ചെയ്യാൻ വിടാത്തതെന്നും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 27-ാം തീയതി കൊടുത്ത വിധി എല്ലാവർക്കും അറിയുമായിരിക്കും. ഫ്രഷ് ഇയറിംഗ് വിട്ട കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനുശേഷം കെവിൻ എന്താണ് ഡിസിഷൻ എടുത്തത് അതാണ് നമ്മൾ നോക്കുന്നത്. കെവിൻ പ്രൊഡക്ഷൻ വേറെ വഴിയില്ലാണ്ട് എനിക്കിത് വേണ്ടടോ എന്ന് പറഞ്ഞ് കേസ് തന്നെ വാപ്പസ് ചെയ്യാമെന്നാണ് അറിയാൻ കിട്ടിയൊരു ന്യൂസ്. കാരണം 1 മാസം ഇതിനെ പുറകെ പോയി. ഇനി അവർ ചെയ്യാൻ പോകുന്നത് CBFCക്ക് തന്നെ പടം കൊടുത്തിട്ട് നിങ്ങൾ എപ്പോഴോ പടണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞ് കൊടുക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ജനനായകൻ റീവിസിംഗ് കമ്പനിക്ക് തന്നെ കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന അപ്ഡേറ്റ്സ് ആക്കിയാണ്. കേസ് വിത്ഡ്രോ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. കൃത്യമായുള്ള റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ പറയുന്നത് മെയിൻലി ട്രാക്കേഴ്സ് ഒക്കെ പറയുന്നത് കേസ് വിത്ഡ്രോ ചെയ്തിട്ട് റീവിസിംഗ് കമ്പനിക്ക് തന്നെ പോകുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും റീവിസിംഗ് കമ്പനിക്ക് പോയി കഴിഞ്ഞാൽ 1 മാസമെങ്കിലും ടൈം എടുക്കും, ചിലപ്പോൾ 2 മാസം ആകട്ടോ. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. കൂടാതെ എന്തൊക്കെ കട്ട് ചെയ്യും പറ്റുമോ അത്രയും കട്ട് ചെയ്യും, ന്യൂസ് ഉണ്ടാവും. എന്തായാലും എങ്ങനെ പടം റിലീസ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോട്ട് ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ എപ്പോഴെങ്കിലും വരട്ടെ എന്ന മൈൻഡ് സെറ്റാണ് പ്രൊഡക്ഷൻ കമ്പനിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ചിലപ്പോൾ മെയ്യോ ജൂണോ പടം റിലീസ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഇത്രയും മാസങ്ങൾ പ്രൊമോഷൻ ചെയ്യാൻ ഒന്നുമില്ല. എല്ലാം അവർ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആകെയുള്ള വഴി റിലീസ് ഉറപ്പിച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ട്രെയിലർ വിടുക മാത്രമാണ്. ഇനിയിപ്പോൾ വേറെ വഴി റിലീസ് ആകുമ്പോഴാകട്ടെ എന്ന് പറഞ്ഞ് നമ്മളും കാത്തിരിക്കാം. ഇനി എന്താണ് ഈ പടത്തിനുള്ള പ്രശ്നം? CBFC കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയാൽ, സിനിമയ്ക്ക് ചുറ്റുമുള്ള രാഷ്ട്രീയ ചർച്ചകൾ മാറ്റി നിർത്തിയാൽ CBFCയുടെ എതിർപ്പ് ചില പ്രത്യേക കാരണങ്ങളിലേക്കാണ് പോകുന്നത്. അവരുടെ വിശദീകരണം ഇങ്ങനെയാണ്. ഈ സിനിമയ്ക്കെതിരെ ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്. ആ പരാതിയിൽ ആദ്യം ഉന്നയിക്കപ്പെട്ടത് മതപരമായ സ്വഭാവമുള്ള ചില അവതരണങ്ങളാണ്. ചിത്രത്തിലെ ചില ദൃശ്യങ്ങളും സംഭാഷണങ്ങളും സാമൂഹികവും മതപരവുമായ സൗഹാർദ്ദത്തെ ബാധിക്കുന്നതിനുള്ള സാധ്യതയുണ്ടെന്നാണ് CBFCക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം ഉള്ളടക്കം പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാനാവില്ല എന്നാണ് അവരുടെ നിലപാട്. ഇത് മാത്രമല്ല, സിനിമയുടെ കഥാസാരം ആർമി പശ്ചാത്തലത്തിലാണെന്നതും മറ്റൊരു പ്രധാന വിഷയമായി CBFC കാണുന്നു. ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർത്തുന്നതിലും രാജ്യത്തെ അസ്ഥിരമാക്കുന്ന തരത്തിലുള്ള വിദേശ ഇടപെടലും സൂചിപ്പിക്കുന്ന അവതരണങ്ങൾ ഇതിലുണ്ടെന്നും അവർ പറയുന്നു. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് സിനിമ ഇപ്പോഴത്തെ രൂപത്തിൽ റിലീസ് ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് CBFC കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ട്രെയിലർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആർമിക്കാർ മരിച്ചിടക്കുന്ന ഷോട്ട് എത്ര പേർ ശ്രദ്ധിച്ചാണെന്ന് അറിയില്ല. ഇതാണ് ജനനായകന്റെ CBFCക്കാർക്കുള്ള ഒരു കംപ്ലൈന്റ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് പറഞ്ഞിട്ട് പോവുക. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ എല്ലാം ചെയ്ത് വിടുക. അടുത്ത വീഡിയോയിൽ കാണാം.